ഇന്നലെ സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യവസായി പറയുന്നു, എന്നെ അറസ്റ്റ് ചെയ്താൽ പൊന്നുമകളെ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അകത്താക്കുമെന്ന് പറഞ്ഞിട്ട് എന്റെ CPM-ന്റെ നാവ് ഊരിപ്പോയോ, പിഴുതു മാറ്റിയോ? ഏവനെങ്കിലും മറുപടി പറ. ഈ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഒരു വ്യവസായി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് 24 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇതേവരെ ഒന്നും കേട്ടില്ല. നാവെടുത്തൊന്ന് പറയണ്ടേ? പ്രധാനമന്ത്രിയുമായ ഒരു ചായൽ സൽക്കാരത്തിൽ പങ്കെടുത്താൽ വർഗീയവാദിയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ 100 നാവ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 3ാമത്തെ ലോക്സഭാ സീറ്റ് കിട്ടാത്തതിലുള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായ പ്രതികരണം നടത്തുന്നവന്റെയൊക്കെ നാവ് താഴ്ന്നു പോയോ? സ്വന്തം പോളിറ്റ് ബ്യൂറോ അംഗം, സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ ക്ലിഞ്ചിങ് എവിഡൻസ്, 3 റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാരടങ്ങുന്ന ഇൻകം ടാക്സ് ഇന്ററിം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോർഡ്, ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി പറഞ്ഞു, അന്വേഷിച്ചില്ല കേന്ദ്ര ഗവൺമെന്റ് BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാര. അവസാനം കോടതിയിൽ സ്വകാര്യ അന്യായം പോയതിന്റെ അടിസ്ഥാനത്തിൽ, കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO അന്വേഷിച്ചപ്പോൾ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വന്നു, മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ഞാൻ ചോദിക്കുന്നു, ഈ മുഖ്യമന്ത്രി നാവെടുത്ത് നിഷേധിച്ചിട്ടുണ്ടോ? ഒരക്ഷരം നിഷേധക്കുറിപ്പിറക്കിയോ? എന്തേ മിണ്ടുന്നില്ല? അതിൻ്റെയൊക്കെ കാരണങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിങ്ങൾ എഴുതി വെച്ചോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യും CPM-ഉം തമ്മിലുണ്ടായിരുന്ന അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ 40ഓളം നിയോജക മണ്ഡലങ്ങളിൽ BJP-യുടെ RSS-ന്റെ സഹായത്തോടെ UDF-നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ തുടർഭരണം ഉറപ്പുവരുത്തിയതെങ്കിൽ, കെ സുരേന്ദ്രൻ BJP-യുടെ പ്രസിഡന്റ് മെനങ്ങാന്നൊരു കാര്യം പറഞ്ഞു, മതേതര സമൂഹം, മതന്യൂനപക്ഷ സമൂഹം ഗൗരവത്തോടുകൂടി BJP പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ കാണണം. കെ സുരേന്ദ്രൻ പറഞ്ഞു, കോൺഗ്രസ് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ദുർബലമാകും, പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന ശക്തികൾ ഞങ്ങൾ BJP-യും CPM-ഉമായിരിക്കും. ഇതാണ് BJP ആഗ്രഹിക്കുന്നത്, CPM ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെതിരായി, മമതാ ബാനർജിക്കെതിരായി, MK സ്റ്റാലിനെതിരായി, മാഡം സോണിയാഗാന്ധിക്കെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി, സിസോദിക്കെതിരായി, പ്രിയങ്കക്കെതിരായി മുഴുവൻ കോൺഗ്രസ് BJP ഇതര ഗവൺമെന്റുകൾക്കും നേതാക്കൾക്കുമെതിരെ ED-യും അതുപോലെ ഇൻകം ടാക്സും CBI-യും ഒക്കെ കഴുകൻ വട്ടമിട്ട് പറക്കുന്നത് പോലെ പറക്കുമ്പോഴും സ്വസ്ഥമായി ഭരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിൽ പോകാതെ സ്വൈരവിഹാരം നടത്തുന്നത് ഞങ്ങൾ പറയുന്നു BJP-യുടെ ഔദാര്യത്തിന്റെ പേരിലാണ്, മോദി വാറണ്ടിയുടെ പേരിലാണ് നിങ്ങൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നത്.